മലപ്പുറം ജില്ലയിൽ ഇനി അവിടെ ITI കോഴ്സുണ്ട്. അതുപോലെ അൺഎയ്ഡഡ് മേഖലയിൽ ഒഴിഞ്ഞു കിടക്കുന്ന 10,000-ഓളം വരുന്ന സീറ്റുകൾ ഉണ്ട്. അതെ അല്ല, എന്തായാലും അതും കുട്ടികളാണല്ലോ അവിടെയും പഠിക്കുന്നത്. അതിൽ പിന്നെ പോളിടെക്നിക്കിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പോകാം. അതുപോലെ വേറെന്താ കോഴ്സ്, ഈ SLC കഴിഞ്ഞ ശേഷമുള്ള പിന്നെ VHSC ഉണ്ട്, VHSC ചേർന്ന് പഠിക്കാൻ പോകാം. SLC കഴിഞ്ഞതിന് ശേഷമുള്ള നല്ല ജോലി സാധ്യതയുള്ള കോഴ്സുകൾ വേറെ ഉണ്ട്. ഈ മെഡിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ ധാരാളമുണ്ട്. അതൊക്കെ താല്പര്യമുള്ളവർ പോയാൽ മതി. ഇപ്പം താല്പര്യമുള്ളവർ പോയില്ലെങ്കിലും അവർക്ക് ഇപ്പോൾ സീറ്റ് എന്തായാലും ഉറപ്പാക്കിയിട്ടുണ്ടല്ലോ. ഞാൻ സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. SFIന്ന് പങ്കെടുത്ത ആർഷ്ട്രോ, ASFൻ്റെ നേതാവ് രാഹുൽ രാജ്, KSUവിൻ്റെ അലോഷി സേവ്യർ, ABVPയുടെ കല്യാണി ചന്ദ്രൻ, MSFൻ്റെ അസഹർ അലി, NSLൻ്റെ അബ്ദുൽ ജലീൽ, AIDSOയുടെ സുകന്യ, KSCMൻ്റെ ബ്രൈറ്റ് കൊട്ടാരക്കര, ജനാധിപത്യ കേരള സ്റ്റുഡൻസ് കോൺഗ്രസ് ഡൊമിനിക്, സ്റ്റുഡൻസ് വിദ്യാർത്ഥി ജനത ഗ്രീഷ്മ രാജേന്ദ്രൻ, കേരള കോൺഗ്രസ് B ആൽവിൻ മാത്യു, ജനതാദൾ സുധീഷ്, കടന്നപ്പള്ളിയുടെ വിദ്യാർത്ഥി സംഘടന റനീഷ് മാത്യു, PJ ജോസഫിൻ്റെ ജോൺസ് ജോർജ്, NCPയുടെ അരുൺ, അങ്ങനെ എല്ലാവരും പങ്കെടുത്തുകയാണ്. ഇല്ല ഒരു പ്രശ്നമില്ല, കറക്റ്റ് പറയാം. ഇല്ല നമ്മുടെ കുട്ടികൾ ഒരു കണക്കിൻ്റെ പ്രശ്നമല്ല. നമ്മുടെ കുട്ടികൾക്കാർക്ക് സംശയമില്ല ചെയ്യുന്നില്ല, ഒരു സംശയമില്ല ചെയ്തവർക്ക്. ഇല്ല, അവരല്ലേ ഇതിൻ്റെ രംഗത്തേക്കുന്നത്. ഒരു കണക്കിൻ്റെ ഒരു പ്രശ്നമില്ല. അത് ഞാനത് മൊത്തം വായിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് കണക്ക് വീണ്ടും പറയാത്തത്. വേണ്ട, ഞാൻ തന്നെ പറയാം. അതിനിപ്പോൾ നമ്മളെന്തായാലും നിങ്ങളിത് കേൾക്കാൻ താല്പര്യപ്പെട്ട് വന്നിരിക്കുകയാണ്. അതെ, ഞാനും പറയാം. ഒരാമുഖമൊക്കെ അങ്ങ് മാറ്റാം. മലപ്പുറം ജില്ലയിൽ മാത്രം മതിയല്ലോ. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ വർഷം അത് വേണ്ട. ചുരുക്കി പറയാൻ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ നോക്കിയത്. മലപ്പുറം ജില്ലയുടെ കാര്യം മാത്രമാണ്. അവിടെ ടോട്ടൽ അപേക്ഷ 82,466. അത് മാറ്റാൻ പറ്റൂല. ആര് വിചാരിച്ചാൽ, ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല. ഇതിൽ 7,606 പേർ ജില്ലയ്ക്ക് പുറത്തുള്ളവരാണ്. സംശയാവസാനം ചോദിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അങ്ങനെ വരുമ്പോൾ
74,860 പേരാണ് ജില്ലയ്ക്കകത്ത് അപേക്ഷയുള്ളത്. എങ്കിലും സംസ്ഥാനത്തുള്ള ഏത് കുട്ടിക്കും ഏത് ജില്ലയിൽ അപേക്ഷിക്കാമെന്നുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയിൽ അപേക്ഷ സമർപ്പിച്ച 82,466 പേരെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ 4,352 പേർക്ക് മറ്റു ജില്ലകളിൽ പ്രവേശനം ലഭിച്ചു. 4,352. ഞാൻ ഇന്നലെ നമ്മുടെ നിയമസഭയിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞാണ്. അതിൽ തൃശ്ശൂർ, ഇത്രയും വ്യക്തമായ ഒരു കണക്ക് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടോ? തൃശ്ശൂർ 543 പേര്, പാലക്കാട് 2,370, കോഴിക്കോട് 1,383. ഈ 3 ജില്ലകളും മലപ്പുറം ഒഴിച്ച് മറ്റ് ജില്ലകൾ 56. ജില്ലയിൽ ശേഷിക്കുന്ന അപേക്ഷകൾ എന്ന് പറയുന്നത് 78,114. അലോട്ട്മെന്റ് നൽകിയിട്ടും പ്രവേശനം നേടാത്ത 11,546 പേരുണ്ട്. ഒറ്റ പ്രാവശ്യം അവർക്ക് അലോട്ട്മെന്റ് കൊടുക്കുകയുള്ളൂ, രണ്ടാമത്തെ പ്രാവശ്യം കൊടുക്കില്ല. അതിൽ ഒരുപക്ഷെ ഇഷ്ടമുള്ള സീറ്റോ അല്ലെങ്കിൽ വീട്ടിനടുത്തോ ഒക്കെ കിട്ടാത്തതുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള അതിൽ നിന്ന് മാനേജ്മെന്റ് കോട്ടയിൽ 2,866 പേർ ചേർന്നു. കമ്മ്യൂണിറ്റി കോട്ടയുടെ അടിസ്ഥാനത്തിൽ 954 പേർ ചേർന്നു. അൺഎയ്ഡഡ് മേഖലയിൽ 223 പേർ ചേർന്നു. സ്പോർട്സ് കോട്ടയിൽ 444 പേർ ചേർന്നു. MRS സ്കൂളുകളിൽ 5 ഉൾപ്പെടെ ആകെ 4,492 പേർ പ്രവേശനം നേടി. അതിന് ശേഷിക്കുന്നത് 7,054 പേരാണ് ഹയർ സെക്കൻഡറിയിൽ പ്രവേശനം എടുക്കാത്തവർ, നമ്മൾ അലോട്ട്മെൻറ്റിൽ നിന്ന് എടുക്കാത്തവർ. ശേഷിക്കുന്ന 71,060 അപേക്ഷകരിൽ ആകെ 53,762 പേർ +1 ഇതുവരെ പ്രവേശനം നേടി. അതിൻ്റെ ഡീറ്റെയിൽസ്: മെറിറ്റ് കോട്ട 44,224, സ്പോർട്സ് 873, മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 25, കമ്മ്യൂണിറ്റി കോട്ട 3,141, മാനേജ്മെൻറ്റ് കോട്ട 2,137, അൺഎയ്ഡഡ് കോട്ടയിൽ അവർ ചേർന്നവരെ കാര്യമാണ് ഞാൻ പറഞ്ഞത് 1,051. ഹയർ സെക്കൻഡറിയിൽ ആകെ പ്രവേശനം നേടിയവർ 51,451. അതിലൊരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ 2,311 കൂടെ ഉണ്ട്. അതും കൂടെ ചേരുമ്പോൾ ടോട്ടൽ 53,762. പ്രവേശനത്തിനായി ശേഷിക്കുന്ന അപേക്ഷകർ എന്ന് പറഞ്ഞാൽ 17,298. ആ 17,298 അവിടെ ഒരു സംശയം വരും. ഇനി ശേഷിക്കുന്ന നമ്മുടെ കയ്യിലുള്ള സീറ്റ്, നമ്മുടെ കയ്യിൽ മെറിറ്റും എന്നൊക്കെ പറഞ്ഞ് ഉള്ള സീറ്റ് എന്ന് പറഞ്ഞാൽ 9,820. 17,298 മൈനസ് 9,820 എന്ന് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം 7,478. അതുതന്നെയാണ് ഇത് കൂടാതെ 10,185 അൺഎയ്ഡഡ് ഉണ്ട്. ആ 7,478 തന്നെയാണ് നമ്മുടെ താലൂക്ക് അടിസ്ഥാനത്തിൽ എടുത്ത കണക്കിൽ വന്നിട്ടുള്ളത്. ഉണ്ട്. പറഞ്ഞു അല്ല ലോജിക്കല്ല, അതിൻ്റെ ഒരു ലോജിക്കല്ല, അതിൻ്റെ നിയമം പറഞ്ഞു. അല്ല, അതിലിപ്പം വ്യക്തത വരുത്തും. അല്ലല്ല, അതിൽ ഇതിൻ്റെ വ്യക്തത വരുത്തിയിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോവാം.
മിനിസ്റ്റർ പറഞ്ഞത് 11,456 പേർ വിവിധ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് കൊടുത്തിട്ട് ജോയിൻ ചെയ്യാത്ത കുട്ടികളാണ്. അതായത് ഹയർ സെക്കൻഡറിയിൽ മൊത്തം അപേക്ഷിച്ച 82,466 കുട്ടികളിൽ അലോട്ട്മെൻറ്റിന് പരിഗണിച്ചിട്ട് 11,546 പേർ പോയി. അവർക്ക് അലോട്ട്മെന്റ് വേണ്ടെന്ന് പറഞ്ഞു പോയി. +1 വിഷയത്തിൽ വിദ്യാർത്ഥി സംഘടനകളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. +1 സീറ്റ് പ്രതിസന്ധിയിൽ പരിഹാരമുണ്ടാകുമെന്നും മലപ്പുറത്ത് കൂടുതൽ സീറ്റുകൾ, പുതിയ ബാച്ചുകൾ അനുവദിക്കുമെന്നും സപ്ലിമെന്ററി അലോട്ട്മെന്റ് കൂടി പ്രശ്നപരിഹാരം സാധ്യമാകുമെന്നുമാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. എല്ലാ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതാക്കളുമായും ചർച്ച നടത്തിയെന്നും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും ഇതിനായി പ്രത്യേക സമിതി മലപ്പുറത്തുള്ള ഉദ്യോഗസ്ഥരെ കൂടി ചേർത്ത് പ്രത്യേക സമിതി രൂപീകരിക്കുമെന്നും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നും കൂടുതൽ സീറ്റുകൾ അനുവദിക്കുമെന്നുമാണ് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്.